പ്രയാസവും സങ്കടവുമാണ്. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും എല്ലാ കുടുംബ ഗ്രൂപ്പുകളിലും ഉസ്താദ് അവർക്ക് വേണ്ടി ഖത്മ നേർച്ചയാക്കാണ്, നോമ്പ് നേർച്ചയാക്കാണ്. 4444 സ്വലാത്ത് സുബ്ഹാനല്ലാഹ്, ആയിരക്കണക്കിന് ബുർദകൾ ചൊല്ലുന്നു. അങ്ങനെ മുഅ്മിനീങ്ങൾ എല്ലാവരും ഒന്നിച്ച് അല്ലാഹുവിനോട് കാണുകയാണ്, കരഞ്ഞു പറഞ്ഞു അല്ലാഹ്, ഞങ്ങൾ ആദരണീയരായ ഉസ്താദ് ക്ഷീണം വന്ന് കടന്നുപോയത് ഈ ഉമ്മത്തിന് കാവലിരുന്നത് കൊണ്ടാണ്. അല്ലാഹ്, പട്ടാളക്കാരും മിലിറ്ററിക്കാരും രാഷ്ട്രത്തിന്റെ അതിർത്തിയിൽ ശത്രുക്കൾക്കെതിരെ കാവലിരിക്കുന്നത് പോലെ രാഷ്ട്രീയക്കാരുടെയും വിദഗ്ധക്കാരുടെയും ഫാസിസ്റ്റുകളുടെയും എല്ലാം ആശയപരവും അല്ലാത്തതുമായ ആക്രമണങ്ങൾക്ക് ഈ ഉമ്മത്ത് വിധേയപ്പെട്ടു പോകാതിരിക്കാൻ എത്രയോ പകലന്തിയോളം ജീവിതത്തിന്റെ ഏകദേശ ഭാഗങ്ങളിലും കാവലിരിക്കുകയായിരുന്നു ആദരണീയരായ സുൽത്താനുൽ ഉലമാ. സത്യവും അസത്യവും തന്റെ ദീനിന്റെ കാര്യം, നന്മയുള്ള കാര്യം, തന്റെ പരിശുദ്ധമായ ദീനിന്റെ ആശയത്തിന്റെ കാര്യം ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും അത് നമ്മോട് ചാഞ്ഞു നിൽക്കുന്നവരോ അല്ലാത്തവരോ ഭരിക്കുന്നവരോ ഭരിക്കാത്തവരോ ആര് പറഞ്ഞാലും ഉസ്താദ് അവരുടെ ശബ്ദമുയരും. സുബ്ഹാനല്ലാഹ്, ആ ശബ്ദത്തിന് അപ്പോൾ ഒരു ഇടർച്ച നമ്മൾ കേൾക്കാറില്ല. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനേ. പ്രതീക്ഷ നഷ്ടപ്പെട്ടുപോയ രാത്രികളിൽ എത്രയോ ദിവസങ്ങൾ ബോധമില്ലാതെ ഉസ്താദ് അവர்கள் കടന്നപ്പോൾ ഈ ഉമ്മത്ത് അല്ലാഹുവിനോട് ഒന്നിച്ച് കരഞ്ഞു കരഞ്ഞു കരഞ്ഞു. അല്ലാഹുവിന്റെ മഹ്ദ് ഫദ്ല് കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട് ഒരല്പം ആഫിയത്തിൽ അല്ലാഹു തആല ഉസ്താദ് അവരെ തിരിച്ചു കിട്ടിയപ്പോൾ നമ്മൾ എന്താ കരുതിയത്? ഉസ്താദ് അവരെ ഇനി നമ്മളെ പള്ളിക്ക് ഉദ്ഘാടനത്തിന് ഉസ്താദിനെ കൊണ്ടുവരൂല, നമ്മളെ മദ്രസക്കോ നമ്മളെ സമ്മേളനത്തിന് കർണാടകയിൽ ഉസ്താദിനെ വിളിക്കണ്ട, കാസർഗോഡുകാർ തീരുമാനിച്ചു കാസർഗോട്ടേക്ക് ഉസ്താദിനെ വിളിക്കണ്ട, കണ്ണൂരുകാർ വിചാരിച്ചു ഇനി കണ്ണൂരിലേക്ക് ഉസ്താദിനെ വിളിക്കണ്ട. ഉസ്താദ് മർക്കസിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സമാധാനമാണ്, ഉസ്താദ് ആഫിയത്തോടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സമാധാനമാണ്. ഉസ്താദിനെ വിളിക്കൂല. സുബ്ഹാനല്ലാഹ്, ഉസ്താദ് വിട്ടു. ഉസ്താദ് ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കാണ്, എങ്ങനെയുണ്ട് പ്രവർത്തനം. ഉസ്താദ് അവர்கள் എല്ലാ സ്ഥലത്തും മുന്നേ ഉള്ളതിനേക്കാൾ റാഹത്തിൽ സഞ്ചരിക്കാണ്. ഞാൻ പറയുന്നത് നമ്മുടെ മഹല്ലത്തിലുള്ള, നമ്മുടെ യൂണിറ്റിലുള്ള SSFന്റെ യൂണിറ്റ് സമ്മേളനത്തിൽ, യൂണിറ്റ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ നമുക്ക് സമയമില്ല. SYSന്റെ സർക്കിളിന്റെ പരിപാടിക്ക് പോകാൻ നമുക്ക് നേരമില്ല. സോണിന്റെ പരിപാടിക്ക് പോകാൻ നമുക്ക് വണ്ടി കിട്ടിയിട്ടില്ല, നമുക്കതിന് സമയം കിട്ടിയിട്ടില്ല. ലോകമായ ലോകം മുഴുവനും കറങ്ങി നടക്കാ. ശൈഖുനാ അല്ലാഹു ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഒരു മടിയും ഉസ്താദ്